കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് EV ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിലാണ്. കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ മാത്തിൽ മാതാമംഗലം റൂട്ടില് മാത്തിൽ ടൗണിലാണ്. ഇവിടെയാണ് മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് പുതിയതായിട്ട് നമ്മുടെ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള 30 കിലോവാട്ടിൻ്റെ സോളാർ പവർ പ്ലാന്റും അതുപോലെ തന്നെ 30 കിലോവാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജർ സിംഗിൾ ഗണ്ണ്, ഒപ്പം തന്നെ 7.5-ൻ്റെ ഒരു AC ചാർജറും 3.3 കിലോവാട്ടിൻ്റെ ഒരു ചാർജറുമാണ് ഇവിടെ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ മിനിസ്റ്റർ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് EV ചാർജിംഗ് സ്റ്റേഷൻ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ സോളാർ പവർ പ്ലാന്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് പയ്യന്നൂർ MLA ആയിട്ടുള്ള ശ്രീ TI മധുസൂദൻ എന്നാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾക്കും മാത്തിൽ ബാങ്കിനും വളരെയേറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം കണ്ണൂർ ജില്ലയിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്ടറിൽ നമ്മുടെ 3ാമത്തെ പ്രോജക്റ്റാണ്. ഒപ്പം തന്നെ ഈ ഒരു ന്യൂ ടെക്നോളജിയിലേക്ക് കടക്കുന്നതിൽ ബാങ്കും ബാങ്കിൻ്റെ അധികൃതരും ഒപ്പം നാട്ടുകാരും വളരെയേറെ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഇവിടുത്തെ ഇനോഗ്രേഷനും ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ മെഷീൻസും ഇവിടുത്തെ ബാങ്കിലെ അധികൃതർക്ക് പറയാനുള്ള കാര്യങ്ങളും. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ പുതുതായി ആരംഭിക്കുന്ന ഇലക്ട്രിക്കൽ വാഹന ചാർജിംഗ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനം ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി, ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതേസമയം തന്നെ നമ്മുടെ പ്രിയങ്കരനായ MLA സോളാർ പ്ലാന്റിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയാണ്. ഈ സംരംഭം ഒരു പുതിയ സംരംഭമാണ്. സഹകരണ മേഖലയിൽ വ്യത്യസ്തമായ തലങ്ങളിലെല്ലാം ഒട്ടേറെ പുതിയ സ്ഥാപനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു സോളാർ പ്ലാന്റിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു സ്ഥാപനം, ചാർജിംഗ് സ്റ്റേഷൻ എന്നുള്ളതൊക്കെ തുടങ്ങാൻ കാരണമായി മാറിയത് ഈ പുതിയ കാലത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വാഹനങ്ങളെല്ലാം ഇലക്ട്രിക് വാഹനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കത്തിലാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വലിയ തോതിലുള്ള തുക നൽകേണ്ടി വരുന്നു എന്നതാണ് ആളുകൾ ഇത് ചേഞ്ച് ചെയ്യാതിരിക്കാനുണ്ടായിരുന്ന കാരണം. എന്നാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ തുക കുറേയേറെ കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോഴിവിടെ ധാരാളം ഇലക്ട്രിക് സ്കൂട്ടി ധാരാളമുണ്ട്. അതുപോലെ ചെറുവാഹനങ്ങൾ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അവർക്കാകെ സൗകര്യപ്രദമായിട്ട് വളരെ വേഗത്തിൽ ഇവിടെ വന്ന് ചാർജ് ചെയ്തു പോകാനുള്ള സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് ഈ സമീപ പ്രദേശത്ത് പ്രത്യേകിച്ച് നമ്മുടെ പ്രവർത്തന പരിധിക്കകത്താകെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ വളരെ പ്രധാനമായും ഒരു നീതി ഇലക്ട്രിക്കൽ ഷോപ്പുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് അത് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ നീതി മെഡിക്കൽ സ്റ്റോർ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ കീഴിലുണ്ട്. അപ്പോൾ ഈ നിലയിൽ ജനങ്ങൾക്ക് ഉപകാരമായ വ്യത്യസ്തമായ പദ്ധതികളിൽ ഏറ്റവും ഒരു നൂതനമായിട്ടുള്ളൊരു പദ്ധതിയായിട്ടാണ് ഈ ചാർജിംഗ് സ്റ്റേഷനെ ഞങ്ങൾ കാണുന്നത്. ഇത് ജനങ്ങൾക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമായി മാറും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.
മാത്തൽ സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ പ്രവർത്തന പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായി മാറുന്ന ഒരു പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. 30 കിലോ വാട്ട്സ് ശേഷിയുള്ള സോളാർ പ്ലാന്റിൻ്റെയും അതോടനുബന്ധിച്ച് ഹൈസ്പീഡ് സോളാർ അധിഷ്ഠിത ഇലക്ട്രിക്കൽ ചാർജിംഗ് സ്റ്റേഷൻ്റെയും ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി തന്നിട്ടുള്ളത് തൃശ്ശൂരിൽ തന്നെ പ്രവർത്തിക്കുന്ന കൊളംബിയർ ലാബ് എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനിയെ സംബന്ധിച്ച് വളരെ വിശദമായി നമ്മൾ ഒരു തരത്തിൽ അന്വേഷിക്കുകയുണ്ടായി. അന്വേഷിച്ചപ്പോൾ കണ്ണൂർ ജില്ലയിൽ 2 സഹകരണ സ്ഥാപനങ്ങളാണ് ഇതിനു മുമ്പ് ഈ പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. ഒന്ന് പാപ്പിനിശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കാണ്, മറ്റൊന്ന് ചിറക്കൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ്. 2 സഹകരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കി എന്നുള്ളത് കൊണ്ട് ആ സ്ഥാപനങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെടുകയും അതിനവർ തയ്യാറാക്കി കൊടുത്ത എസ്റ്റിമേറ്റിനെ സംബന്ധിച്ചും അവരുടെ സർവീസിനെ സംബന്ധിച്ചുമെല്ലാം ഞങ്ങൾ ഒന്ന് വിശദമായി അന്വേഷിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഈ കൊളംബിയർ ലാബ് എന്ന് പറയുന്ന സ്ഥാപനവുമായി വിശ്വാസത്തിൽ ഏർപ്പെടുകയും അവരുടെ കൊട്ടേഷൻ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ അവരുടെ അംഗീകാരത്തിന് സമർപ്പിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ ഇതൊരു നൂതന പദ്ധതിയാണ് എന്നത് ഞങ്ങൾക്കറിയാം. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി തന്നെ വേണം എന്നാണ് ഞങ്ങൾ അതുമായി ആലോചിച്ച് തീരുമാനിച്ചത്. അതിലേറ്റവും പ്രാവീണ്യമുള്ള കമ്പനി എന്ന നിലയിലാണ് കൊളംബിയർ ലാബിനെ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യകാലങ്ങളിലുണ്ടായ ആശങ്കകൾ പരിഹരിക്കുന്ന നിലയിൽ തന്നെയാണ് കമ്പനി പ്രവർത്തിച്ചിട്ടുള്ളത്. ഓരോ ഘട്ടത്തിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ തരാനും കാര്യങ്ങൾ യഥാസമയം ചെയ്തു തീർക്കാനും കൊളംബിയർ ലാബ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ പ്രവർത്തനം വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി ഏറെ സഹായകരമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേഗത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു പദ്ധതി പൂർത്തീകരിച്ച് ഇന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത്. രണ്ട് പദ്ധതികൾക്കാണ് ഇന്നോടുകൂടി തുടക്കം കുറിക്കുന്നത്. ഇവിടെ വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനിൽ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതുപോലെ 30 കിലോ വാട്ട്സിൻ്റെ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് ബാങ്കിൻ്റെ ദൈനംദിന വൈദ്യുതി ഉപയോഗത്തിനും ചാർജിംഗ് സ്റ്റേഷനും ആവശ്യമായ വൈദ്യുതി ഇന്ന് മുതൽ മാത്തൽ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. മാത്തൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ വിവിധ പരിപാടികളും കർമ്മപദ്ധതികളും ഒരു ബാങ്കിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ മാത്രമല്ല, ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി മാത്രമല്ല, അതിനപ്പുറത്ത് സാമൂഹ്യ സേവനത്തിൻ്റെ ഒരുപാട് പടവുകൾ കയറി മുന്നോട്ട് പോകുന്ന മാത്തൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ അനർഥ സഹകരണത്തോടെ സോളാധിഷ്ഠിത ഇലക്ട്രിക്കൽ വാഹന ചാർജിംഗ് സ്റ്റേഷൻ്റെയും സൗരോർജ്ജ പവർ പ്ലാന്റിൻ്റെയും ഉദ്ഘാടന ചടങ്ങുകളാണ് നിർവഹിക്കാൻ നമ്മുടെ ബഹുമാന്യനായ പി മധുസൂദനൻ സോളാർ പവർ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. നിങ്ങളുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ EV ചാർജിംഗ് സ്റ്റേഷൻ്റെ ഉദ്ഘാടന കർമ്മം ഈ എലുവനായി ഞാൻ ഔപചാരികമായി സ്നേഹാദര പരിസരം സന്തോഷ പരിസരം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും